മൂപ്പർ പറഞ്ഞത് ഇപ്പോൾ അതാണ്. മുഖാമുഖം എന്താണ് എപ്പോഴും ജീവിതകാലത്ത് സലാം പറയാം, ഒരാളെ ബാക്കിൽ നിന്നാണ്ട് സലാം പറയലല്ല. അപ്പൊ നമ്മൾ മയ്യത്തിനെ പടിഞ്ഞാട്ട് കിബിലയിലേക്ക് ചെരിച്ച് കടത്തിയതാണ്. അപ്പൊ നമ്മൾ ബാക്കിൽ നിന്നാണ്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മയ്യത്ത് എങ്ങോട്ടാ ചെരിഞ്ഞെടുക്കണത്? കിബിലക്കാണ്. അപ്പൊ നമ്മൾ മുമ്പിൽ മുഖാമുഖം നിന്നിട്ടാണ് സലാം ചൊല്ലേണ്ടതും ഓതേണ്ടതും. ദുആ ചെയ്യാൻ വേണ്ടി പടിഞ്ഞാട്ട് തിരിയാന്നുള്ളത്. ദ്വാരക്കണത് ഇവനോടല്ലോ, അള്ളഹാനോടല്ലേ. അപ്പോൾ പടിഞ്ഞാട്ട് തിരിയാ. റസൂലുള്ളാഹിന്റെ അടുത്ത് അത് വളരെ കറക്റ്റാണ്. റസൂലുള്ളാഹിനെ കിബിലക്ക് അഭിമുഖമായിട്ട് കടത്തിയേക്കാണ്. നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് അവിടെ സലാം ചെല്ലുക. അവിടുന്ന് ദുആ ചെയ്യുമ്പോഴും ദ്വാരക്കണം അള്ളഹാനോടാണെങ്കിലും റസൂലുള്ളാഹിലേക്ക് തിരിഞ്ഞാൽ തന്നെ ദ്വാരക്കാണ് നല്ലതെന്ന് പറയുന്നത്. കാരണം ഒരു അദബാണ്. റസൂലുള്ളാഹിക്ക് നമ്മൾ പിൻഭാഗം ആക്കുക എന്നുള്ളത് അത് മുഅ്മിനെ കൊണ്ട് കഴിയൂല. അത് ഓല അയക്കൂല ഓല കാര്യമല്ല ഞാൻ പറയണേ, നമ്മൾ ചെയ്യേണ്ട അങ്ങനെയെന്നാ കിതാബ് പറയണം. അപ്പോൾ നമ്മളോട് ദ്വാരക്കണ റസൂലുള്ളാഹിനോടൊന്നുമല്ല, അള്ളഹാനോട് തന്നെയാണ് ദ്വാരക്കണം. പഠിച്ചവനെ റസൂലുള്ളാഹിന്റെ ബർക്കത്ത് കൊണ്ട് തന്നെ ദ്വാരക്കണം എന്നാണ്. ഹക്ക് കൊണ്ട് തന്നെയാണ് ദ്വാരക്കൽ സുന്നത്താന്ന് പറയുന്നുണ്ട് സിയാറത്തിന്റെ മര്യാദയിൽ. അവിടെ ചെന്ന് ദ്വാരക്കുമ്പോൾ തവസ്സുൽ ചെയ്ത് ദ്വാരക്കൽ സുന്നത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ആശയത്തുൽ ഈലാൽ ഇബ്നു ഹജർ തങ്ങൾ. വേറെ കിതാബിലൊക്കെ ഉണ്ട്. അതിന് അദ്ദേഹം കാരണം പറഞ്ഞത് ആ തവസ്സുലിന് മനുഷ്യോൽപത്തിയോളം പഴക്കമുണ്ട്. ആദം നബി അലൈഹി സ്വലാം അള്ളഹാനോട് അങ്ങനെ തവസ്സുൽ ചെയ്ത് ദ്വാരുന്നു എന്ന സ്വഹീഹ് പ്രാമാണികമാണ്. ലൈഫാണെങ്കിലും പ്രാമാണികമാണ്. കസറത്ത് തുറക്കുണ്ട്, നിവേദന പരമ്പരകളുടെ ആധിക്യമുണ്ട്. അതുകൊണ്ട് ലൈഫാണെങ്കിൽ പോലും ആ ഹദീസ് ആധികാരികമാണ്. അതുകൊണ്ട് എങ്ങനെ തീർക്കണം? പടച്ചോനെ റസൂലുള്ളാഹിന്റെ ഹക്ക് കൊണ്ട് തന്നെ എന്താക്കണം? അതാണ് സുന്നത്ത് എന്ന് മഹല്ലിയിലും കിതാബിലൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ ഈ ആഴ്ച ഏതൊരു ചെറുക്കൻ ചോദ്യം വിട്ടാണ് ജെറിഷ ഔലിയാക്കന്മാരത്ത് നിന്നാണ്ട് ഓലോട് നേരിട്ട് ചോദിക്കാന്നല്ലാതെ അവിടെ ചെന്നാൽ അള്ളഹാനോട് തീർക്കാൻ പാടില്ല, ഓൾക്ക് ഇഷ്ടം ഉണ്ടാവില്ല. ഇങ്ങനെ ഒരാൾ പറയുന്നുണ്ട്. ഞാൻ തമ്മാണ്ട് കുഞ്ഞിപ്പൊക്കെ കേൾക്കണ്ടോ? മക്കാമിലൊക്കെ ചെന്നിട്ട് പടച്ചോനെ തീർക്കാൻ പാടില്ല, മക്കാമിൽ കിടക്കണവർ വിളിച്ചുകൊണ്ട് എന്താക്കണം? ചോദിക്കണം, അല്ലെങ്കിൽ ഓൾക്ക് ഇഷ്ടം ഉണ്ടാവില്ല. ഒരു മൂലേര് പറഞ്ഞോന്ന് ഒരാള്. അപ്പൊ ഞാൻ ഇതിന് ഓർത്ത മറുപടി, അത് ഈ പറഞ്ഞ മൂലേരെ മനസ്സെന്നോടെ കടങ്ങൾക്കുവാണെങ്കിലോ അങ്ങനെ വരിക. പറയുന്ന മൂലേരൊന്നാവൂലേ, അയാളെമാർക്കുള്ള മനസ്സാണ് ഈ കടക്കൾച്ചെങ്കിൽ ചിലപ്പോൾ അങ്ങനെ എന്താ എന്നോട് ചോദിക്കാതെ. നമുക്കൊക്കെ അങ്ങനെയാണല്ലോ, എന്താ ഇപ്പൊ ഇന്ത്യയിലാറ മറ്റേ മൂലേരോട് എന്താ ദ്വാരക്കാൻ പറയണതൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പൊ എനിക്ക് അല്ലേ, നിങ്ങളിപ്പോൾ എന്നോടൊന്നും ദ്വാരപ്പിച്ചാതെ ആ മൂലേര് ദ്വാരപ്പിച്ച് എനിക്ക് കയറിക്കാരം അല്ലേ. നമ്മളൊരു മനസ്സ് അങ്ങനെയാണ് ഈ കിടക്കണോല്. അങ്ങനെയാണെങ്കിലല്ലേ വരുള്ളൂ അല്ലേ. ഇതെങ്ങനെയുണ്ട്? പടച്ചോനെ റസൂലുള്ളാഹിന്റെ ബർക്കത്ത് കൊണ്ട് തന്നെയാണ് ദ്വാരക്കണം. പടച്ചോനുണ്ട് റസൂലുള്ളാഹിനോട് നേരിട്ട് നബിയെ എന്ന് പറഞ്ഞ് വിളിച്ചാലും ഒരു കുഴപ്പവും ശിർക്കൊന്നും വരില്ല കേട്ടോ. അത് ഇതേ മനക്ക് തന്നെ വരുള്ളൂ. അതൊരു മുഅ്മിനായിരിക്കുന്ന മനുഷ്യനങ്ങനെ പറയുമ്പോൾ എന്താ വിഷയം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ജീവിതത്തിൽ ചെയ്ത പോലെ തന്നെ വഫാത്തായാലും ഔലിയാക്കന്മാർക്കും അമ്പിയാക്കന്മാർക്കും കറാമത്തൊന്നും മുറിയില്ല. കറാമത്ത് മരിച്ചാലും എന്താവില്ല. ഇതാണ് സുന്നത്ത് ജമാഅത്തിന്റെ അക്കീദ. മരിച്ചാലും കറാമത്തും മുജിസത്തൊന്നും എന്താവില്ല, അവസാനിക്കണില്ല. മൂസാ നബിയൊക്കെ കണ്ടില്ലേ, ഇസ്രാന്റെ മിറാജിന്റെ രാത്രിയൊക്കെ നിങ്ങളൊക്കെ കണ്ടില്ലേ. അപ്പോൾ ഓലോട് തന്നെ ചോദിക്കുക, അതിനൊന്നും താറാറില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിച്ചാൽ മതി. ഇത് സുന്നത്താന്ന് പറയുന്നുണ്ട്. ഈ തവസ്സുൽ എന്താന്ന് പറയുന്നുണ്ട്? സുന്നത്താന്ന് പറയുന്നുണ്ട്. അപ്പൊ കുട്ടിന്റെ ചോദ്യം ഇതാണ്, മക്കാമിലൊക്കെ ചെന്നാണ്ട് അള്ളഹാനോടല്ല തീർക്കേണ്ടത്, ഓലോട് തീർക്കഴിഞ്ഞാൽ ഓൾക്ക് ഈറയാവുന്നതാണ് ഞാൻ അംഗീകരിക്കാത്തത്.